പ്രിയപ്പെട്ടവരെ, വീണ്ടും ചാനൽ ആംനോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡൗട്ടിംഗ് തോമ എന്നൊരു പ്രയോഗത്തെക്കുറിച്ച്, ഇത് ലോകത്താകമാനം ആത്മീയ, സാഹിത്യ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ, കലാലയങ്ങൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്കുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഡൗട്ടിംഗ് തോമ. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമസിനെ അടിസ്ഥാനമാക്കി ഉള്ളൊരു പ്രയോഗമാണ് ഈ ഡൗട്ടിംഗ് തോമ എന്നത്. വിശ്വാസം എന്നത് വാസ്തവത്തിൽ അന്ധമാണ്. എന്നാൽ തോമസിന് സംശയം കേവലം ഒരു സംശയമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമല്ല, വാസ്തവമായി അടിസ്ഥാനപരമായി താൻ ഏതിനെ യാഥാർത്ഥ്യബോധത്തോടെ കാണുന്ന നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെങ്കിലും ഞാൻ തോമസിൻ്റെ കൂടെയാണ്. എൻ്റെ സ്വഭാവം, ശൈലിയും കാണുന്ന കാര്യങ്ങളെ ഓരോന്നും അനലൈസ് ചെയ്ത് ശരിയാണോ തെറ്റാണെന്നോ തിരിച്ചറിയാനുള്ള ഒരു ത്വര എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനും അധ്യാപകനുമായി ഇപ്പോൾ നിങ്ങളോടും ഈ സംഭാഷിക്കുന്നതിന് കാരണം ഇതാ. കേട്ട പാടെയെല്ലാം ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ആത്മീയ കാര്യങ്ങൾ എന്തുവാട്ടെ, ദൈവത്തെ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കണം. എന്നാൽ മനുഷ്യന്റെ സമസ്ത മേഖലയിൽ അങ്ങനെ കണ്ണടച്ചിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. വിവാഹം, വാഹനം, വസ്തു വാങ്ങുന്നത്, വീട് വാങ്ങുന്നത്, ജോലി, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അടിസ്ഥാനപ്പെടുത്തി വേണമല്ലോ ജീവിക്കാൻ. അല്ലാതെ ബൈബിൾ അടിസ്ഥാന പ്രകാരമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ആകരുത്, അത് തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഡൗട്ടിംഗ് തോമ എന്ന് വെച്ചാൽ ഏതിനെയും നമ്മൾ പൂർണ്ണമായി അന്ധമായി വിശ്വസിക്കരുത്. അത് നിജസ്ഥിതി അറിഞ്ഞിട്ട് യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിയണം. നേരിട്ട് മനസ്സിലാക്കാത്ത വിശ്വാസികൾ വിസ്മരിക്കുന്ന ഒരു സന്ദേശമാണ് ഇതിന്നുള്ളത്. അതായത് ഡൗട്ടിംഗ് തോമ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായതുകൊണ്ടും യേശു ക്രിസ്തുവിൻ തന്നെയാണ് തിരഞ്ഞെടുത്തതെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള 11 അപ്പോസ്തലന്മാർക്കും എന്തുകൊണ്ട് സംശയം വരാഞ്ഞേ? അവരെല്ലാം സംശയരഹിതരായതെന്നും പൂർണ്ണ 100% ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് തോമസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊരാൾക്ക് സംശയം തോന്നുന്നത് തെറ്റാണോ? അങ്ങനെ സംശയം തോന്നി നിരന്തരമായി ക്ലാസ്സിൽ സംശയമോ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് പലരും അധ്യാപകർ യു ആർ ഡൗട്ടിംഗ് തോമ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഡൗട്ടിംഗ് തോമ എന്നൊരു പരിഹാസപാത്രമല്ല, മറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം, പഠിക്കുന്ന കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നത് തെറ്റാണോ? അല്ല. പാപമാണോ? അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡൗട്ടിംഗ് തോമയാകണം. ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ കാണുന്നത്, അറിയുന്ന എല്ലാം സത്യമല്ല. പ്രത്യേകിച്ച് ആധുനിക കാലത്തെ ടെക്നോളജിയിൽ വരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലെ നിജസ്ഥിതി പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ അക്കാഡമിക്കലി നിയമപ്രകാരം ഫുട് നോട്ട്, എൻഡ് നോട്ട്, ബിബ്ലിയോഗ്രഫി ഇതെല്ലാം കൊടുത്ത് എങ്കിൽ മാത്രമേ അക്കാഡമിക്കലി ഒരു ചെയ്യുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ പേപ്പറുകൾ അല്ലെങ്കിൽ റിസർച്ച് പേപ്പറുകളൊക്കെ അത് വാല്യൂ ആകത്തുള്ളൂ. ഇല്ലാതെ എന്തെങ്കിലും കുറിച്ച് വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. മാർക്കും കിട്ടുകയില്ല, നമ്മുടെ അസൈൻമെൻറ്റ് തീസിസൊക്കെ അവർ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് അക്കാഡമിക്കലി ഒരു വിഷയം ഏതുമാകാം, നമ്മൾ പറയുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ശാസ്ത്രീയമായി തെളിവുകളോടെ അവതരിപ്പിക്കുന്നതാണ് വിശ്വസനീയമായത്. അതുകൊണ്ട് ആധുനിക കാലത്തെ പലതും വിശ്വസനീയമല്ല. നമ്മൾ തിരിച്ചറിയാത്ത പലതും നമ്മളെ തെറ്റിച്ച് കളയുമ്പോൾ ഞാൻ നിങ്ങളോട് ഈ പകലിൽ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഡൗട്ടിംഗ് തോമയാകണം. എന്തും ഏതും കേട്ടപാടെ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് കേരളീയരെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ മറ്റുള്ളവർ പറ്റിക്കാൻ കാരണം, ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാൻ കാരണം എന്തും വിശ്വസിക്കും. നിയമപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന 12 അല്ലെങ്കിൽ 14% ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ 30% വരെ ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പല മലയാളികളെ ഇപ്പോഴും പറ്റിക്കുന്നത്, നാളെയും പറ്റിക്കാൻ കാരണം. നിങ്ങൾ ഡൗട്ടിംഗ് തോമയാകുക, യാഥാർത്ഥ്യം തിരിച്ചറിയുക.